ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ മികച്ച നേട്ടത്തോടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളും അതുപോലെ US-ഇറാൻ സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമാണ് മാർക്കറ്റിൽ ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്, FMCG, റിയാലിറ്റി പോലെയുള്ള മേജർ സെക്ടറുകളിലാണ് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായത്. മൊത്തത്തിൽ മാർക്കറ്റിൽ 57% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 39% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. കൂടാതെ ഇന്ത്യ വിക്സ് ഇപ്പോൾ ആ ഒരു 18 ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്ന് 17ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നും ഏകദേശം 6% ഒരു ഇടിവ് ഇന്ത്യ വിക്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേ ആയിരുന്നു. പക്ഷേ എക്സ്പയറി ഡേ ആയിട്ട് പോലും 24,500 എന്നുള്ള ആ ഒരു കടമ്പ നിഫ്റ്റി കടന്നതിന് ശേഷം അത് പിന്നീട് താഴത്തേക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ട്. കൂടാതെ ലോവർ ലെവലിൽ നല്ല ബൈങ് നടന്നിട്ടുണ്ട്. ഏകദേശം 200 പോയിന്റിൻ്റെ അപ്സൈഡ് ക്ലോസിംഗ് ആണ് ഇന്ന് നിഫ്റ്റി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനോട് മാർക്കറ്റ് നെഗറ്റീവായിട്ട് പ്രതികരിക്കാൻ തയ്യാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ US കോൺഫ്ലിക്റ്റ് തുടരുന്നുണ്ടെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 94 എന്ന ലെവലിൽ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് വെറും പ്രസ്താവന യുദ്ധങ്ങൾ മാത്രമാണെന്നും ഉടൻ തന്നെ ഒരു ഡീലിലെത്തുമെന്നുമൊക്കെ മാർക്കറ്റ് കണക്ക് കൂട്ടുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം, മാർക്കറ്റ് ഒരിക്കലും ഒരേ കാരണങ്ങൾക്ക് നിരന്തരം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയില്ല. അപ്പോൾ ഓൾറെഡി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹൈക്കുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് അത് ഫാക്ടറിങ് ചെയ്തു കഴിഞ്ഞതാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ മേജറായിട്ടുള്ള ഫോളൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു കാരണം കൊണ്ട് തന്നെ വീണ്ടും ഇടിയാൻ ഒരിക്കലും മാർക്കറ്റ് തയ്യാറാവില്ല. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ കാരണങ്ങൾ വേണം മാർക്കറ്റിന് ഇടിയാൻ. അപ്പോൾ ഇന്നലെ നമുക്ക് കാണാൻ കഴിയും FIS നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. തുടർച്ചയായ 3 ട്രേഡിംഗ് ഡേയിൽ നെറ്റ് ബയേഴ്സായ അവർ കഴിഞ്ഞ ദിവസം 1000 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് നടത്തിയായിട്ട് കാണാം. അതുകൂടാതെ ഇന്ത്യൻ റുപ്പി 93 ലെവലിന് മുകളിലേക്ക് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിന് പ്രതികൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നിട്ട് പോലും മാർക്കറ്റ് ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് മൊത്തത്തിൽ ബുള്ളിഷാണ്. അത്തരം ഒരവസ്ഥയിൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഒരിക്കലും വിടുകയില്ല എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ 8 പ്രധാന ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള അതിൻ്റെ ഒരു ഉൽപ്പാദനക്ഷമത അളക്കുന്ന ഒരു സൂചികയാണ് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഓഫീസ് ഓഫ് ദ എക്കണോമിക് അഡ്വൈസറാണ് ഇതിൻ്റെ ഒരു സൂചിക തയ്യാറാക്കി പുറത്തിറക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ 40% വെയിറ്റേജ് ഉള്ളത് ഈ ഒരു കോർ 8 ഇൻഡസ്ട്രീസിൻ്റെ ഡാറ്റക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻഗണനാക്രമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒന്ന് റിഫൈനറി ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിസിറ്റി, സ്റ്റീല്, കോള്, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിമെൻറ്റ്, ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെയാണ് ഈ ഒരു 8 കോർ ഇൻഡസ്ട്രീസിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 8 മേഖലകളിലുള്ള വളർച്ച രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വ്യവസായ വളർച്ചയുടെയും സാമ്പത്തിക ആരോഗ്യത്തിൻ്റെയും ഒരു വ്യക്തമായ പിക്ചർ നമുക്ക് നൽകുന്ന ഒരു ഡാറ്റയാണ്. അപ്പോൾ ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നതിന് 2 ആഴ്ച മുമ്പെയാണ് ഈ ഒരു ഡാറ്റ പുറത്തു വരുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള വ്യവസായ ഉൽപ്പാദനം എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സാധിക്കും. അപ്പോൾ ഏപ്രിൽ 20 പുറത്തു വന്ന ഈ ഒരു ഡാറ്റ പ്രകാരം ഏകദേശം 0.4% ഒരു കോൺട്രാക്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 19 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ഒരു നിരക്കാണിത്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് കാരണം ഈ എനർജി സപ്ലൈയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അത് ഈ ഫെർട്ടിലൈസർ ഉൽപ്പാദനത്തെ ബാധിച്ചതുമാണ് ഈ രീതിയിലുള്ള ഒരു കുറവ് ഈ ഡാറ്റയിൽ വരാൻ കാരണം. നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഒന്ന് ഈ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ക്രൂഡ് ഓയിൽ, കൽക്കരി, അതുപോലെ വൈദ്യുതി, ഈ മേഖലയിലാണ് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോസിറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയത് നാച്ചുറൽ ഗ്യാസ്, സിമെൻറ്റ്, സ്റ്റീല്, അതുപോലെ റിഫൈനറി ഉൽപ്പന്നങ്ങളുമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയിൽ 1% മുതൽ 2% വരെ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരിയിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ 5.2% ആയിരുന്നു. അപ്പോൾ മാർച്ചിലെ വരാൻ പോകുന്ന ഡാറ്റ അത് 5-ൽ താഴെ ആകുമെന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോണിറ്ററി പോളിസി തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തുവാനും ഉപകാരപ്രദമാകുന്ന ഒരു ഡാറ്റയാണിത്. ഇനി നമ്മൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് ശ്രദ്ധ നേടാൻ പോകുന്ന ഒരു സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ വാറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ഇടിഞ്ഞപ്പോൾ ധാരാളം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയിരുന്നു. അപ്പോൾ അവരിപ്പോൾ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ലോവർ ലെവലിൽ ശക്തമായ ബൈങ് നൽകുന്ന സൂചന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് മേഖലയിലുള്ള സ്റ്റോക്കുകൾക്ക് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളാകുമ്പോൾ അതിൽ വരുന്നത് ഒന്ന് ബ്രോക്കറേജ് കമ്പനികൾ, അതുപോലെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, അതുപോലെ എക്സ്ചേഞ്ചുകളൊക്കെയാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് നമ്മളൊരു ലോങ് ടേം വ്യൂവിൽ നോക്കുകയാണെങ്കിൽ സേവിങ്സിൻ്റെ ഒരു ഫൈനാൻഷ്യലൈസേഷൻ അത് സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുന്നതിന് പകരം ഈക്വിറ്റികളിലേക്കും മ്യൂച്വൽ ഫണ്ടുകളിലേക്കും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഈ ബ്രോക്കിംഗ് കമ്പനികൾക്കും AMCകൾക്കുമൊക്കെ വലിയ ഗുണകരമായ ഒരു കാര്യമാണ്. കൂടാതെ FIAs നമ്മുടെ മാർക്കറ്റിൽ നിന്നും വലിയ തോതിൽ പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിലും DIAs നമ്മുടെ വിപണിയെ താങ്ങി നിർത്തുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇടപാടുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ 2026 പല വലിയ കമ്പനികളും അവരുടെ IPOയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എക്സ്ചേഞ്ചുകൾക്കും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനും വലിയ ഗുണം ചെയ്യുന്ന കാര്യമാണ്. കൂടാതെ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ആഗോളതലത്തിൽ പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാകുമ്പോൾ ഈക്വിറ്റി വിപണിയിലേക്ക് ശക്തമായ ഒരു പണമൊഴുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ബ്രോക്കിംഗ് ആൻഡ് പ്ലാറ്റ്ഫോം സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു സ്റ്റോക്ക് ഗ്രോ ആണ്, അതേപോലെ മറ്റൊന്ന് ഏഞ്ചൽ വൺ ആണ്. അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ്ഫോം ബിസിനസ്സിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അല്ല CDSL NSDL പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം കൂടുന്നത് ഇവർക്ക് വലിയ ഗുണകരമായ കാര്യമാണ്. ഇതുകൂടാതെ BSE MCX പോലെയുള്ള എക്സ്ചേഞ്ചുകളിൽ ട്രേഡിംഗ് വോളിയം വലിയ തോതിൽ കൂടുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ആയിട്ടുള്ള NSE അവരുടെ IPOയുമായിട്ടും ഈ വർഷം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളായിട്ടുള്ള HDFC AMC, അതുപോലെ നിപ്പോൺ ഇന്ത്യ AMC ഇതിൻ്റെയൊക്കെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളായിട്ടുള്ള CAMS, അതുപോലെ കാഫിൻ ടെക്, കാരണം ഇവർക്കൊക്കെ മ്യൂച്വൽ ഫണ്ട് സർവീസിംഗ് മേഖലയിലുള്ള മൊണോപ്പൊളിയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ. എങ്കിൽ പോലും ഇവിടെ ചില വെല്ലുവിളികളുണ്ട്. അതിലൊന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മേഖലയിൽ സെബി കൊണ്ടുവരുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഈ ബ്രോക്കിംഗ് കമ്പനികളുടെ വരുമാനത്തെ ബാധിച്ചേക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എപ്പോഴും ക്യാപിറ്റൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങേണ്ടത്. ബൈ ഓൺ ഡിപ്സ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കുകൾ എപ്പോഴും എൻട്രി ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും ഇനിയൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വമ്പിച്ച ഒരു അവസരമായിരിക്കും അത്. അത്തരം ഒരു അവസരത്തിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാവുന്നതാണ്. ഇനി ഇന്നലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് ആക്ഷൻ വരാൻ പോകുന്നത് വേദാന്ത ലിമിറ്റഡിലാണ്. അപ്പോൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഡീമേർജർ നടപ്പിലാക്കുന്നതിനുള്ള തീയതികൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2026 മെയ് 1 മുതൽ ഈ ഡീമേർജർ പ്രാബല്യത്തിൽ വരും. അപ്പോൾ ആ ദിവസം ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് പുതിയ കമ്പനികളുടെ ഓഹരികൾ ലഭിക്കും. അപ്പോൾ വേദാന്ത ലിമിറ്റഡ് നമുക്കറിയാം അത് 5 കമ്പനികളായിട്ടാണ് ഇനി മാറാൻ പോകുന്നത്. അവിടെ വേദാന്ത അലൂമിനിയം മെറ്റൽ ലിമിറ്റഡ് ഉണ്ട്, വേദാന്ത പവർ ഉണ്ട്, അതുപോലെ വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ട്, അതുപോലെ മദർ കമ്പനിയായിട്ടുള്ള വേദാന്ത ലിമിറ്റഡും ഉണ്ട്. അപ്പോൾ ഇവിടെ 1:1 എന്ന അടിസ്ഥാനത്തിൽ, അതായത് ഒരു വേദാന്ത ഷെയറുള്ള ആൾക്ക് 4 കമ്പനികളുടെയും ഓരോ ഷെയർ വീതം ലഭിക്കും. അപ്പോൾ റെക്കോർഡ് ഡേറ്റിന് ശേഷം ഏകദേശം 4 മുതൽ 8 ആഴ്ചക്കുള്ളിലാണ് പൊതുവെ ഈ കമ്പനികളൊക്കെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡിമർജറിന് ശേഷം വേദാന്തയുടെ ആ ഒരു വാല്യൂവിൽ കുറവ് വന്നേക്കാം, അവിടെ ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കാം. എന്നാൽ അത് മറ്റ് സ്റ്റോക്കുകളിൽ അത് ബാലൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വേദാന്തയുടെ ഒരു ഡിമർജർ ന്യൂസ് കഴിഞ്ഞ വർഷം തന്നെ വന്നതുകൊണ്ട് തന്നെ വലിയൊരു റാലി ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അതിൻ്റെ ഒരു ഹൈയിലാണുള്ളത്. ഈ ലെവലിൽ നിന്നും ഒരു കറക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമർജറിന് ശേഷം സ്റ്റോക്കുകൾ എൻട്രി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് തോന്നുന്നത്. ഫ്രഷ് എൻട്രി എടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇതുപോലെ ഇന്ന് ശക്തമായി മുന്നേറിയ ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് റോളക്സ് റിങ്സ് ആണ്. ഏകദേശം 17% മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി അവരുടെ ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന് ബൈബാക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഏപ്രിൽ 23 ഒരു ബോർഡ് യോഗം ചേരുകയാണെന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണത്തിൽ ഒരു കമ്പനി ബൈബാക്ക് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് വലിയ കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. അത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ അവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചുള്ള ആത്മവിശ്വാസവുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റോളക്സ് റിങ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 ഫോർജിങ് കമ്പനികളിലൊന്നാണ്. ഇപ്പോൾ ഇവർ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ബെയറിംഗ് റിങ്സ് ആണ്. ബെയറിങ്ങുകളുടെ പുറംഭാഗമായ റിങ്ങുകൾ നിർമ്മിക്കുന്നു. ഇത് കമ്പനിയുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കാണ്. വ്യാവസായിക മെഷീനറികൾ, അതുപോലെ വാഹനങ്ങൾ, റെയിൽവേ എന്നിവയിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ രണ്ടാമത്തെ ഒരു വിഭാഗം ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ആണ്. ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ, എൻജിൻ പാർട്സ്, അതുപോലെ ട്രാൻസ്മിഷൻ പാർട്സ് എന്നിവ ഇവർ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ലീഡിംഗ് ആയിട്ടുള്ള ഇപ്പോൾ SKF, ടിൻകൻ, ഷോഫർ, നാഷി പോലെയുള്ള ഗ്ലോബൽ കമ്പനികൾ ഇവരുടെ ക്ലയൻസ് ആണ്. കൂടാതെ ജനറൽ മോട്ടോഴ്സ്, ഫോർഡ്, BMW, മാരുതി, ടാറ്റ പോലെയുള്ള കാർ കമ്പനികളും ഇവരുടെ ഒരു ക്ലയൻ്റാണ്. അപ്പോൾ ഏകദേശം 55% വരുമാനം ഇന്ത്യയിൽ നിന്നും 45% വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ PE 22 ആണ്, 3 years മീഡിയൻ PE 28 ആണ്, ഇൻഡസ്ട്രി PE 27 ആണ്. അതിനൊക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ലെവൽ ഒരു ഫെയർ വാല്യൂ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.